ദൈവസഭയ്ക്ക് ഇത് അഭിമാന നിമിഷം. കോതമംഗലത്ത് നിന്ന് ഒരു ധന്യൻ. ദൈവദാസൻ ജോസഫ് പന്നിക്കാരനച്ചനെ ധന്യനായി പ്രഖ്യാപിച്ച് ലിയോ 14 മാർപ്പാപ്പ. ദൈവദാസൻ മോൺസിഗ്നോർ ജോസഫ് പന്നിക്കാരനെ ധന്യനായി പ്രഖ്യാപിച്ച ലിയോ 14 മാർപ്പാപ്പ ഇറ്റലിയിലെ നെപ്പിൾസിൽ നിന്നുള്ള ഫ്രാൻസിസ്കൻ സന്യാസി വൈദികൻ ബെരാർഡോ അത്തോണയെയും ഡൊമിനിക്ക കാതറിനെയും ഇദ്ദേഹത്തോടൊപ്പം സഭ ധന്യരായി ഉയർത്തിയിട്ടുണ്ട്. സീറോ മലബാർ സഭയിലെ പ്രധാന വ്യക്തിയായിരുന്നു മോൺസിഗ്നോർ ജോസഫ് പന്നിക്കാരൻ. സെന്റ് ജോസഫ് മെഡിക്കൽ സിസ്റ്റേഴ്സ് എന്ന പേരിൽ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായും സന്യാസി സമൂഹത്തിന് രൂപം നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പ്രാർത്ഥനയും പ്രയോഗ പ്രവർത്തനങ്ങളും സമന്വയിപ്പിച്ച സമർപ്പിത ജീവിതമായിരുന്നു മോൺസിഗ്നോർ ജോസഫ് പന്നിക്കാരൻ്റേത്. 1918 ഡിസംബർ 21 ദൈവദാസൻ മോൺസിഗ്നോർ ജോസഫ് പന്നിക്കാരൻ വൈദികനായി സ്ഥാനമേൽക്കുന്നത്. ആദ്യകാലത്ത് അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് അരിവാൾക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനായി അധ്യാപനം അവസാനിപ്പിച്ചു. 1925 റോമിൽ നടന്ന ഇന്റർനാഷണൽ മിഷൻ എക്സിബിഷനിൽ സീറോ മലബാർ സഭയുടെ പ്രതിനിധിയായി വർത്തിക്കാൻ പ്രവർത്തിച്ചു. പിന്നീട് റോമിൽ നിന്ന് ഫിലോസഫി, തിയോളജി, കാനൻ ലോ എന്നീ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടി തിരിച്ചെത്തി. വീണ്ടും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. തുടർന്ന് എറണാകുളം അതിരൂപതയുടെ കീഴിൽ മലയോര പ്രദേശങ്ങളിൽ കോതമംഗലം കേന്ദ്രീകരിച്ച് സജീവമായ സാമൂഹിക പ്രവർത്തനം തുടർന്നു. പിന്നീട് 1949 നവംബർ 4 ജോസഫ് പന്നിക്കാരൻ നിര്യാതനായി. ന്യൂസ് ഡെസ്ക് ലൈഫ് മലയാളം.